കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് തോറ്റ് തൊപ്പിയിട്ട PB അംഗം MA ബേബിയെ CPM വീണ്ടും കെട്ടിയിറക്കുന്നു. അദ്ദേഹത്തെ എവിടെയെങ്കിലും മത്സരിപ്പിച്ച് വിജയിപ്പിക്കണമെന്നത് പാർട്ടിയുടെ ലക്ഷ്യമാണ്. കാരണം പാർലമെന്റിൽ പാർട്ടിയുടെ ശബ്ദമായി ഏതെങ്കിലും PB അംഗം വേണം. കേരളത്തിൽ നിന്ന് 4 PB അംഗങ്ങളാണുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, SRP MA ബേബി. ഇതിൽ ബേബി ഒഴികെയുള്ള ആർക്കും മത്സരിക്കാനാകില്ല. അതിനാൽ അദ്ദേഹത്തെ വിജയസാധ്യതയുള്ള ഏതെങ്കിലും സീറ്റിൽ മത്സരിപ്പിച്ചേക്കും. ആലപ്പുഴയിലും എറണാകുളത്തും ബേബിക്ക് നിലവിൽ വിജയസാധ്യതയുണ്ടെന്നാണ് CPMന്റെ വിലയിരുത്തൽ. ബേബിയുടെ സ്ഥാനാർത്ഥിത്വം അടുത്ത PB യോഗം ചർച്ച ചെയ്യുമെന്നാണ് വിവരം. കഴിഞ്ഞ തവണ കൊല്ലത്ത് മത്സരിച്ച് തോറ്റ ബേബിയെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പാർട്ടി ക്ഷണിക്കുകയായിരുന്നു. ബേബി ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി കുറെ കാലം പ്രവർത്തിച്ചതാണ്. അന്നു മുതൽ മണ്ഡലവുമായി നല്ല ബന്ധമാണ്. എന്നാൽ KC വേണുഗോപാലിനെ ആലപ്പുഴയിൽ പരാജയപ്പെടുത്താൻ ഏറെ വിയർപ്പൊഴുക്കേണ്ടി വന്നു. ലത്തീൻ ഈഴവ വോട്ടുകളാണ് ആലപ്പുഴയിലെ വിജയം നിർണ്ണയിക്കുന്നത്. എറണാകുളത്ത് KV തോമസിനെ പരാജയപ്പെടുത്താൻ പ്രയാസമാണ്. എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൽ അപ്രസക്തനായ KV തോമസിനെ തറ പറ്റിക്കാൻ കോൺഗ്രസുകാർ തന്നെ ശ്രമിച്ചേക്കുമെന്ന് സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ ബേബിക്ക് എറണാകുളം പാർലമെന്റിലേക്കുള്ള വഴിയാകും. അവിടെയും ലത്തീൻ വോട്ടുകൾ നിർണായകമാണ്. അതും ബേബിക്ക് അനുകൂലമാണ്. VS സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായി ശ്രദ്ധേയനായ ബേബിയെ കണ്ണൂർ ലോബി അടുത്ത തെരഞ്ഞെടുപ്പിൽ വെട്ടിനിരത്തി. പകരം പാർലമെന്റ് സീറ്റ് നൽകി. അങ്ങനെ കൊല്ലത്ത് NK പ്രേമചന്ദ്രനോട് തോറ്റു. അത് CPMനും ബേബിക്കും വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. കാരണം CPMന്റെ വോട്ട് കൊണ്ട് വിജയിച്ച പാർലമെന്റിലെത്തിയ പ്രേമചന്ദ്രൻ പെട്ടെന്ന് മറുകണ്ഠം ചാടി വിജയിച്ചു. അതുകൊണ്ട് ബേബിയുടെ തട്ടകമായിട്ടും ഇത്തവണ ബേബിക്ക് കൊല്ലം നൽകിയില്ല. കാരണം പ്രേമചന്ദ്രൻ അത്രയ്ക്ക് ശക്തനായി മാറിയിരിക്കുകയാണ്. പാർലമെന്റിൽ UPAയുടെ കരുത്തനായ MP ആയി മാറിയ പ്രേമചന്ദ്രൻ കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എത്തിച്ച് തന്റെ വിജയത്തിന് കൂടുതൽ കരുത്ത് പകർന്നിരിക്കുകയാണ്. CPM ജില്ലാ സെക്രട്ടറി മുൻ രാജ്യസഭാ MPയുമായ ബാലഗോപാലിനെ ആയിരിക്കും സ്ഥാനാർത്ഥിയാക്കുക. പത്തനാപുരത്തുകാരനായ ബാലഗോപാലിന് താഴെത്തട്ടിൽ ജനങ്ങളുമായി അടുത്ത ബന്ധമാണുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.